അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന 100% യൂസർ ഫീ കളക്ഷൻ പ്രഖ്യാപനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. 100% പ്രഖ്യാപനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു. ഹരിത കേരള മിഷൻ സേന ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജയപ്രകാശ് നന്ദി പറഞ്ഞു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബെന്നി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജേഴ്സ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീമ സനോജ്, മെമ്പർമാരായ ബിജോയ് പ്ലാത്തോട്ടത്തിൽ, എൽസമ്മ, ലിസി തോമസ്, സജി മച്ചിത്താനി, വിഇഒ കവിത ജി നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യം തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ ശുചിത്വത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു പൊതുപ്രവർത്തനമാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ കുടിയേറ്റ കാലം തുടങ്ങിയ കാലഘട്ടം മുതലുള്ള ഈ എന്താ പറയുക പല ഈ അവശിഷ്ടങ്ങളും നമ്മുടെ വീടുകളിലും പറമ്പുകളിലും നമ്മുടെ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ പെറുക്കി കെട്ടി തലയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ മഴ പെയ്യുമ്പോൾ കരി അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഒഴുകുന്ന സ്ഥിതിവിശേഷം ഞാൻ ആ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ഹരിത കർമ്മസേനകളായി തുടക്കത്തിൽ പ്രവർത്തിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഇന്ന് മാന്യമായൊരു പദവി അല്ലെങ്കിൽ മാന്യമായൊരു അക്കോമഡേഷൻ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കൈവന്നിട്ടുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. സംസ്ഥാനാടിസ്ഥാനത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് കൊട്ടാരക്കര ഞാനും പ്രസിഡന്റും 2 ദിവസത്തെ ക്യാമ്പിന് പോയപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഹരിത കർമ്മസേനകളുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടക്കുന്നു. പ്രത്യേകിച്ച് അയ്യൻകുന്നിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതൃകാപരമായി ഈ ഒരു സംരംഭം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ പഞ്ചായത്തിലേക്ക് കയറി വരുന്ന ഏതൊരാൾക്കും കരിക്കോട്ടക്കരി അങ്ങോട്ടേക്ക് എടൂരിൽ നിന്ന് കമ്പനി തരത്തിലേക്ക് കടക്കുന്ന ഒരാൾക്കും അതോടൊപ്പം എടൂരിൽ നിന്നും നമ്മുടെ ഈ കരിക്കോട്ടക്കരിയിലേക്ക് കടക്കുന്ന ഭാഗത്തേക്കും നമുക്ക് കയറുമ്പോൾ തന്നെ അറിയാം അയ്യൻകുന്ന് പഞ്ചായത്തിലേക്ക് കയറി എന്ന ബോധ്യം ഏതൊരാളെയും ബോധ്യപ്പെട്ടിട്ടുണ്ട്.